ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന് മൃതദേഹം കിട്ടിയോ? അജിംസ്, ഒഴുക്കിൽപ്പെട്ട് മണർക്കാട് എന്ന പ്രദേശത്താണ് ഒഴുക്കിൽപ്പെട്ട ഒരു യുവാവിനെ കാണാതായത്. അത് അദ്ദേഹത്തിന് മൃതദേഹം ലഭിച്ചു. ശരൺ എന്നാണ് പേര്. ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഈ വീടിന്റെ സമീപത്തുള്ള വാട്ടർ ടാങ്ക് ഈ ഒഴുക്കിൽപ്പെട്ട് പോയപ്പോൾ അത് പിടിച്ചു നിർത്താനായിട്ടാണ് ഈ യുവാവ് അതിലേക്ക് ഇറങ്ങിയത്. പക്ഷേ ആ യുവാവും ഒഴുക്കിൽപ്പെട്ട് പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ നടത്തിയെങ്കിലും ജീവനോടെ ലഭിച്ചില്ല. മൃതദേഹമാണ് ലഭിച്ചത്. മൃതദേഹം ഇന്ന് രാവിലെയാണ് ലഭിച്ചത്. ശരണിന്റെ മൃതദേഹം 30 വയസ്സോളം പ്രായം ഉള്ള ഒരു യുവാവാണ്. ഇയാൾ ഈ മണർക്കാട് പ്രദേശത്താണ്. ആ പ്രദേശത്ത് ഈ ഒഴുകിപ്പോയ വാട്ടർ ടാങ്ക് പിടിക്കാനായിട്ട് ചാടി ഇറങ്ങിയ യുവാവാണ്. ഇയാളും ഈ വാട്ടർ ടാങ്കും രണ്ടും ഇങ്ങനെ ഒഴുകിപ്പോയി. അതിനുശേഷം NDRFന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള തിരച്ചിൽ ആ പ്രദേശത്ത് നടത്തിയെങ്കിലും ജീവനോടെ ലഭിച്ചില്ല. ഇന്ന് പുലർച്ചെയാണ് ഈ ശരണിന്റെ മൃതദേഹം ലഭിച്ചത്. ഏതായാലും കോട്ടയം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മഴക്കെടുതിയിലെ മരണങ്ങൾ ഇപ്പോൾ 4 ആയിട്ടുണ്ട്. പൂഞ്ഞാറിലെ ഉരുൾപൊട്ടലിൽ 2 പേര് മരിച്ചു. അതുപോലെ തന്നെ ഒരു വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരൻ മരിക്കുന്നൊരു സാഹചര്യം. ഇപ്പോൾ മണർക്കാട് സ്വദേശി ആയ ഒരു 30-കാരനും മരണപ്പെട്ടിരിക്കുകയാണ്. അജിംസ്, ശരി.